വളരെ വളരെ ദൂരെയുള്ള ഒരു ഗാലക്സിയിൽ നടന്ന കഥ. ആ കഥയുടെ ആദ്യ ഭാഗം 1977 റിലീസായി. പിന്നെ അങ്ങോട്ട് അധികം കാലം വേണ്ടി വന്നില്ല അതൊരു വലിയ കൾച്ചറൽ ഐക്കോണായി മാറാൻ. വെൽക്കം ടു മൂവി ആർക്കേഡ്. സ്റ്റാർ വാർസ് എന്ന പ്രശസ്തമായ ഫ്രാഞ്ചൈസിലെ 2 പ്രധാന കഥാപാത്രങ്ങളെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ നോക്കുന്നത്. സ്റ്റാർ വാർസ് എന്ന് കേൾക്കുമ്പോൾ ചിലരുടെയെങ്കിലും മനസ്സിൽ കയറി വരുന്നത് മിന്നിത്തിളങ്ങുന്ന വാളുകളും വിചിത്രമായ രൂപമുള്ള അന്യഗ്രഹ ജീവികളും റോബോട്ടുകളും പിന്നെ കുറേ സ്പേസ് ഷിപ്പുകളും നക്ഷത്രങ്ങളും ഒക്കെ ആവും. എന്നാൽ സംഗതി അതൊന്നുമല്ല. ലളിതമായി പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ പഴയ നാട്ടുരാജ്യങ്ങളുടെയും ഭരണാധികാരികളുടെയും കഥ പോലെയാണിത്. പക്ഷെ നടക്കുന്നത് ബഹിരാകാശത്താണെന്ന് മാത്രം. സ്റ്റാർ വാർസ് സിനിമകളിൽ ഉടനീളം കേൾക്കാവുന്ന ഒരു വാക്കാണ് ദി ഫോഴ്സ് എന്നത്. നമ്മളൊരു പോസിറ്റീവ് എനർജി അല്ലെങ്കിൽ ദൈവികമായ ഊർജം എന്നൊക്കെ പറയുന്നത് പോലെ പ്രപഞ്ചത്തിലെ എല്ലാത്തിനെയും ബന്ധിപ്പിച്ചു നിർത്തുന്ന ഒരു പവറാണ് ഈ ഫോഴ്സ് എന്ന് പറയുന്നത്. ഫോഴ്സ് നല്ലത് ചെയ്യാനും ഉപയോഗിക്കാം, മോശം കാര്യങ്ങൾക്കും ഉപയോഗിക്കാം. ഫോഴ്സ് നന്മയ്ക്കായി ഉപയോഗിക്കുന്നവരെ ജെഡായി എന്ന് വിളിക്കുന്നു. അവർ സമാധാനം കാത്തു സൂക്ഷിക്കുന്നവരാണ്. അപ്പോൾ ഇവരാണ് നമ്മുടെ ഹീറോസ്. ഫോഴ്സ് സ്വാർത്ഥതയ്ക്കും അധികാരത്തിനുമായി ഉപയോഗിക്കുന്നവർ സിത്ത്. അവർ ഫോഴ്സിന്റെ ഡാർക്ക് സൈഡ് ഉപയോഗിക്കുന്നവർ. ഇവരാണ് നമ്മുടെ വില്ലന്മാർ. ലോകം കീഴടക്കാൻ നടക്കുന്ന വില്ലന്മാരും അവരെ തടയാൻ നോക്കുന്ന നായകന്മാരും തമ്മിലുള്ള പോരാട്ടം. ആ വില്ലന്മാരിൽ ഐക്കോണിക്കായി മാറിയ 2 കഥാപാത്രങ്ങളാണ് ഡാർത്ത് വെയ്ഡറും കൈലോ റെന്നും. സ്റ്റാർ വാർസ് ലോകത്തിൽ വില്ലൻ എന്ന് പറഞ്ഞാൽ മിക്കവരുടെ മനസ്സിൽ ആദ്യം വരുന്നത് ബ്ലാക്ക് സ്യൂട്ട് ധരിച്ച് ആഴമുള്ള ശ്വസന ശബ്ദത്തോടെ നടക്കുന്ന ഡാർത്ത് വെയ്ഡർ ആണെങ്കിൽ പുതിയ തലമുറയ്ക്ക് ഒരുപക്ഷെ ആ ഇരുണ്ട മുഖം കൈലോ റെൻ ആവും. ഈ ഡാർത്ത് വെയ്ഡർ, കൈലോ റെൻ ഒക്കെ ഇവയുടെ യഥാർത്ഥ പേരുകളല്ല, ഫോഴ്സിന്റെ ഡാർക്ക് സൈഡിലേക്ക് തിരിഞ്ഞപ്പോൾ അവർക്ക് കിട്ടിയ പേരുകളാണ്. ഡാർത്ത് വെയ്ഡറിന്റെ യഥാർത്ഥ പേര് ആനക്കിൻ സ്കൈവാക്കർ എന്നാണ്. വളരെ കഴിവുള്ള ജഡായി ആയിരുന്നു ആനക്കിൻ. സ്വന്തം അമ്മയുടെ വേർപാടിൽ നിന്നുണ്ടായ നിസ്സഹായതയും തനിക്ക് ഏറെ പ്രിയപ്പെട്ട തന്റെ ഭാര്യയെ രക്ഷിക്കാൻ മരണത്തെ പോലും കീഴടക്കുക എന്ന അയാളുടെ ആഗ്രഹവുമാണ് അയാളെ ഡാർത്ത് വെയ്ഡർ ആക്കി മാറ്റിയത്. ജോൺ വില്യംസ് സംഗീതത്തിന്റെ അകമ്പടിയോടെ തന്റെ കറുത്ത വസ്ത്രം കാറ്റിൽ പറത്തിക്കൊണ്ടുള്ള വെയ്ഡറിന്റെ ആ വരവ് മതി ആരുടെയും ഉള്ളിൽ ഭയം നിറയ്ക്കാൻ. ഇനി ആ കറുത്ത സ്യൂട്ടിന് പിന്നിലുമുണ്ട് ഒരു കഥ. അനക്കിൻ തന്റെ മാസ്റ്റർ ആയിരുന്ന ഓബി-വാൻ കനോബിയുമായിട്ടുണ്ടായ ഒരു പോരാട്ടത്തിൽ തോറ്റതിനെ തുടർന്ന് ഗുരുതരമായ പരിക്കുണ്ടാകുന്നു. തുടർന്ന് സ്വന്തം ജീവൻ നിലനിർത്താൻ ഒരു മെക്കാനിക്കൽ സ്യൂട്ട് ധരിക്കേണ്ടി വരുന്നു. ഒറിജിനൽ, പ്രീക്വൽ, സീക്വൽ ട്രയോളജിയും 2 സ്പിൻ ഓഫ്സുമായി 11 സ്റ്റാർ വാർസ് സിനിമകളാണ് ഉള്ളത്. അതിൽ 1977 റിലീസ് ചെയ്ത എ ന്യൂ ഹോപ്പ് എന്ന സിനിമയിലാണ് ആദ്യമായി ഡാർത്ത് വെയ്ഡർ എന്ന കഥാപാത്രത്തെ പ്രേക്ഷകർ കാണുന്നത്. 11 സിനിമകളിൽ നിന്ന് 7 സിനിമകളിലും നമുക്ക് ആനക്കിൻ വെയ്ഡർ കഥാപാത്രത്തെ സ്ക്രീനിൽ കാണാം. വെയ്ഡറിന്റെ ആഴത്തിലുള്ള ശ്വസന ശബ്ദം കേട്ടാൽ മതി മറ്റുള്ളവർ ഭയപ്പെടാൻ. എന്നാൽ ഏകദേശം 4 പതിറ്റാണ്ടുകൾക്കിപ്പുറം ഇതേ രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ട കൈലോ റെൻ, അതായത് വെയ്ഡറിന്റെ കൊച്ചുമകൻ, ഡാർത്ത് വെയ്ഡറിനെ പോലെ ഒരു പവർഫുൾ വില്ലനാകാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അയാൾക്കത് സാധിക്കാതെ പോകുന്നു. കൈലോ റെന്നെ ഒറ്റ വാക്യത്തിൽ വിവരിക്കാൻ പറഞ്ഞാൽ ഒരു മോൺസ്റ്റർ ആകാൻ വളരെയധികം കഷ്ടപ്പെട്ട ഒരു നന്മ നിറഞ്ഞ മനുഷ്യൻ എന്ന് പറയാം. അപ്പോൾ എന്തിനാൾ ഇത്രയും കഷ്ടപ്പെട്ട് തിന്മയുടെ പാതയിലേക്ക് സഞ്ചരിക്കുന്നു? ശരിക്കും ആരാണ് ഈ കൈലോ റെൻ? കൈലോ റെന്റെ യഥാർത്ഥ പേര് ബെൻ സോളോ എന്നാണ്. ആനക്കിന്റെ, അതായത് ഡാർത്ത് വെയ്ഡറിന്റെ മകൾ ലേയുടെയും സ്പേസ് വാരിയർ ആയ ഹാൻ സോളോയുടെയും മകനാണ് ബെൻ. ഈ കുടുംബ പാരമ്പര്യം തന്നെ അയാൾക്കൊരു സമ്മർദ്ദമായി മാറി. കാരണം ഹാൻ, ലേയ എന്ന പവർ കപ്പിൾ എൻറ്റയർ ഫ്രാഞ്ചൈസിലെ തന്നെ ഒരുപാട് പ്രാധാന്യം അർഹിക്കുന്ന 2 കഥാപാത്രങ്ങളാണ്. കുടുംബത്തിന്റെ പ്രതീക്ഷകൾ നിറവേറ്റാനാകുമോ എന്ന ഭയം, ഔദ്യോഗിക തിരക്കുകളിൽ മുഴുകിയ മാതാപിതാക്കളിൽ നിന്നുണ്ടായ അവഗണന, ഒറ്റപ്പെടൽ, വെയ്ഡറിനെ പോലെ ശക്തനാകണം എന്ന അതിയായ ആഗ്രഹം, ഇതെല്ലാം ബെന്നിനെ കൈലോ റെൻ ആക്കി മാറ്റുകയായിരുന്നു. എന്നാൽ പൂർണ്ണമായി വെയ്ഡറിനെ പോലൊരു വില്ലൻ ആകാൻ കൈലോയിന് സാധിക്കുന്നില്ല എന്നതാണ് സത്യം. അയാൾ ചെയ്യുന്ന ഓരോ ദുഷ്ടപ്രവൃത്തിയും അയാളെ പിന്നീട് കൊണ്ടെത്തിക്കുന്നത് വലിയ കുറ്റബോധത്തിലേക്കാണ്. കറുത്ത വസ്ത്രവും മാസ്കും ധരിച്ച് കൈലോ റെൻ ആദ്യമായി പ്രേക്ഷകർക്ക് മുന്നിലെത്തുന്നത് 2015 ഇറങ്ങിയ ദ ഫോഴ്സ് അവേക്കൻസ് എന്ന സിനിമയിലൂടെയാണ്. വെയ്ഡറിന് ജീവൻ നിലനിർത്താൻ മാസ്കും സ്യൂട്ടും ആവശ്യമായിരുന്നെങ്കിൽ റെന്നിന് ആ മാസ്ക് ഒരു തരം ഒളിച്ചോട്ടം കൂടിയായിരുന്നു. ഉള്ളുകൊണ്ട് വെയ്ഡർ ആവാൻ കഴിയുന്നില്ലെങ്കിൽ പുറമേയെങ്കിലും അങ്ങനെ ആകാനുള്ള ഒരു ഡെസ്പറേറ്റ് എഫേർട്ട്. ഇനി ഞാൻ ആദ്യം പറഞ്ഞ ആ മിന്നി തിളങ്ങുന്ന വാളുകളെ പറ്റി ഒന്ന് സംസാരിക്കാം. അതാണ് ലൈറ്റ് സേബർ. ജഡയുടെ കയ്യിൽ ഉണ്ടാകുന്ന ലൈറ്റ് സേബറിന്റെ നിറം യൂഷ്വലി ബ്ലൂ, ഗ്രീൻ, യെല്ലോ അങ്ങനെ ഏതെങ്കിലും ഒക്കെ ആവും. എന്നാൽ സിത്തിന്റെ ലൈറ്റ് സേബേഴ്സ് വന്നിട്ട് റെഡ് കളറാണ്. ഇത് നാച്ചുറൽ ആയിട്ട് ചുവപ്പ് നിറമായി കൺസ്ട്രക്ട് ചെയ്തെടുക്കുന്നതല്ല, പകരം സിത്ത് അവയുടെ നെഗറ്റീവ് എനർജി ഉപയോഗിച്ച് അതിന്റെ നിറം ചുവപ്പാക്കി മാറ്റുന്നതാണ്. ഇങ്ങനെ ചെയ്യുന്നതിന് ബ്ലീഡിംഗ് എന്ന് വിളിക്കും.
അപ്പോൾ ഒരു സിത്ത് ലോർഡിന്റെ ലൈറ്റ് സേബർ അയാളുടെ വ്യക്തിത്വത്തിന്റെ കൂടി പ്രതിഫലനമായിരിക്കും. അതുകൊണ്ട് തന്നെ റെന്നിന്റെ സേബർ അയാളുടെ മനസ്സ് പോലെ വളരെ അൺസ്റ്റേബിൾ ആണ്. വെയ്ഡർ ഒരു ഡിസിപ്ലിൻഡ് വില്ലൻ ആയിരുന്നെങ്കിൽ റെൻ ഒരു കൺഫ്യൂസ്ഡ് വില്ലൻ ആയിരുന്നു. രണ്ട് കഥാപാത്രങ്ങളും നന്മയിൽ നിന്ന് തുടങ്ങി സാഹചര്യങ്ങളുടെ സമ്മർദ്ദത്തിന് കീഴടങ്ങേണ്ടി വന്നവരാണ്. പക്ഷെ ഇരുവരും അവസാനം തിരിച്ചു വീണ്ടും നന്മയിലേക്ക് മടങ്ങിയെത്തുന്നു എന്നതും ശ്രദ്ധേയമാണ്. തന്റെ ഭയത്തെയും നഷ്ടങ്ങളെയും അടക്കി അധികാരത്തിലേക്ക് പോയ ആനക്കിൻ സ്കൈവാക്കർ സ്വന്തം തിരിച്ചറിവിനെയും വികാരങ്ങളെയും കൈകാര്യം ചെയ്യാൻ കഴിയാതെ ഇരുണ്ട വഴിയിലേക്ക് വഴുതിപ്പോയ ബെൻ സോളോ. മുറിവേറ്റ മനസ്സിന്റെയും പറയാതെ ബാക്കി നിന്ന വികാരങ്ങളുടെയും പ്രതീകമായി മാറിയ ഇരു കഥാപാത്രങ്ങളും സ്റ്റാർ വാർസ് സാഗ കണ്ടിട്ടുള്ള ആർക്കും മറക്കാൻ കഴിയാത്ത രണ്ട് കഥാപാത്രങ്ങൾ തന്നെയാണ്. രണ്ട് റോളും ഇത്രയും ഐക്കോണിക് ആവാൻ കാരണം അത് അവതരിപ്പിച്ച നടന്മാർ കൂടിയാണ്. ഒറിജിനൽ ട്രാലോജിയിൽ ഡാർത്ത് വെയ്ഡർ ആയി എത്തിയത് ഡേവിഡ് പ്രൗസ് ആണ്. വെയ്ഡറിന്റെ ആ ഡീപ്പ് വോയിസിന് പിന്നിൽ ജെയിംസ് ഏൾ ജോൺസ് ആണ്. ആനക്കിൻ ആയി എത്തിയത് ഹൈഡൻ ക്രിസ്റ്റൻസണും ബെൻ സോളോ, കൈലോ റെൻ കഥാപാത്രങ്ങളായി എത്തിയത് ആഡം ഡ്രൈവറുമാണ്. ഒരു വലിയൊരു സാഗയിലെ വളരെ ചെറിയൊരു ഭാഗം മാത്രമാണ് ഞാൻ ഇന്നിവിടെ പറയാൻ ശ്രമിച്ചത്. ഫാന്റസി, സൈഫൈ, മാജിക് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ തീർച്ചയായും നിങ്ങളും എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു അനുഭവം തന്നെയാണ് സ്റ്റാർ വാർസ് എന്നത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.